ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിലെ 40 ചോദ്യോത്തരങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുതേ. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 1. സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങളുണ്ട്? ഓപ്ഷൻസ് എ 1, ബി 2, സി 3. ഉത്തരം ബി 2. രണ്ടാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻസ് എ ഓരോന്നിനുമുണ്ട് സമയം, ബി എവിടെയും അനീതി, സി ദൈവഭക്തി. ഉത്തരം ബി എവിടെയും അനീതി. 3. സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിന് എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ് എ 22, ബി 21, സി 23. ഉത്തരം എ 22. നാലാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻസ് എ ഓരോന്നിനുമുണ്ട് സമയം, ബി അധ്വാനം വ്യർത്ഥം, സി എവിടെയും അനീതി. ഉത്തരം എ ഓരോന്നിനുമുണ്ട് സമയം. 5. സഭാപ്രസംഗകൻ 3-ാം അധ്യായം ആരംഭിക്കുന്ന വാക്യം ഏത്? ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്, ബി എല്ലാറ്റിനും ഒരു സമയമുണ്ട്, സി എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്. ഉത്തരം ബി എല്ലാറ്റിനും ഒരു സമയമുണ്ട്. 6-ാമത്തെ ചോദ്യം, ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എത്ര കാര്യങ്ങളെക്കുറിച്ചാണ്? ഓപ്ഷൻസ് എ 24, ബി 26, സി 28. ഉത്തരം സി 28. 7. സഭാപ്രസംഗകൻ 3:2 പറയുന്ന 4 കാലങ്ങൾ ഏവ? ഓപ്ഷൻസ് എ ജനിക്കാൻ, മരിക്കാൻ, നടാൻ, നട്ടതു പറിക്കാൻ. ബി കൊല്ലാൻ, സൗഖ്യമാക്കാൻ, തകർക്കാൻ, പണിതുയർത്താൻ. സി കരയാൻ, ചിരിക്കാൻ, കീറാൻ, തുന്നാൻ. ഉത്തരം എ ജനിക്കാൻ, മരിക്കാൻ, നടാൻ, നട്ടതു പറിക്കാൻ. 8-ാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ 3:4 പ്രകാരം വിലപിക്കാൻ ഒരു കാലമുണ്ടെന്ന് പറയുന്നതിന് മുൻപ് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ കരയാൻ ഒരു കാലം, ബി സന്തോഷിക്കാൻ ഒരു കാലം, സി ചിരിക്കാൻ ഒരു കാലം. ഉത്തരം സി ചിരിക്കാൻ ഒരു കാലം. 9. കല്ലു പെറുക്കിക്കൂട്ടാൻ ഒരു കാലം എന്ന് പറഞ്ഞിരിക്കുന്നതിന് മുൻപായി പറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ കല്ലു പെറുക്കാൻ, ബി നൃത്തം ചെയ്യാൻ, സി കല്ലു പെറുക്കിക്കളയാൻ. ഉത്തരം സി കല്ലു പെറുക്കിക്കളയാൻ ഒരു കാലം. 10. സമ്പാദിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ ധൂർത്തടിക്കാൻ ഒരു കാലം, കളയാൻ ഒരു കാലം, സി നഷ്ടപ്പെടുത്താൻ ഒരു കാലം. ഉത്തരം സി നഷ്ടപ്പെടുത്താൻ ഒരു കാലം. 11. മൗനം പാലിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറയുന്നത് എന്ത്? ഓപ്ഷൻസ് എ മിണ്ടാൻ ഒരു കാലം, ബി സംസാരിക്കാൻ ഒരു കാലം, സി സ്നേഹിക്കാൻ ഒരു കാലം. ഉത്തരം ബി സംസാരിക്കാൻ ഒരു കാലം. 12. യുദ്ധത്തിന് ഒരു കാലം എന്നതിനോട് ചേർത്ത് പറയുന്നത് എന്ത്? ഓപ്ഷൻസ് എ സ്നേഹിക്കാൻ ഒരു കാലം, ബി സമാധാനിക്കാൻ ഒരു കാലം, സി സമാധാനത്തിന് ഒരു കാലം. ഉത്തരം സി സമാധാനത്തിന് ഒരു കാലം. 13. സ്നേഹിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ വെറുക്കാൻ, ബി ദ്വേഷിക്കാൻ, സി വിദ്വേഷിക്കാൻ. ഉത്തരം ബി ദ്വേഷിക്കാൻ. 14. 28 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ ജനിക്കാൻ ഒരു കാലം, ബി സമാധാനത്തിന് ഒരു കാലം, സി കീറാൻ ഒരു കാലം. ഉത്തരം എ ജനിക്കാൻ ഒരു കാലം. 15-ാമത്തെ ചോദ്യം, ആർക്കാണ് അവൻ്റെ അധ്വാനം കൊണ്ട് എന്ത് ഫലം എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ കൃഷിക്കാരന്, ബി കർഷകന്, സി അധ്വാനിക്കുന്നവന്. ഉത്തരം സി അധ്വാനിക്കുന്നവന്. 16-ാമത്തെ ചോദ്യം, ദൈവം ആർക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ മനുഷ്യന്, ബി മനുഷ്യ മക്കൾക്ക്, സി മനുഷ്യർക്ക്. ഉത്തരം ബി മനുഷ്യ മക്കൾക്ക്. 17. ദൈവം സമസ്തവും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഓപ്ഷൻസ് എ അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം, ബി എല്ലാം ഭംഗിയായിരിക്കത്തക്ക വിധം, സി സമസ്തവും ഭംഗിയായിരിക്കത്തക്ക വിധം. ഉത്തരം എ അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം. 18. ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്?
ഓപ്ഷൻസ് എ കാലത്തെക്കുറിച്ചുള്ള ബോധം, ബി കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം, സി കാലസമഗ്രതയെക്കുറിച്ചുള്ള അവബോധം. ഉത്തരം ബി കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. 19ാമത്തെ ചോദ്യം. എന്ത് ഗ്രഹിക്കാൻ മനുഷ്യന് കഴിവില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ കർത്താവിൻ്റെ പ്രവൃത്തികൾ, ബി ദൈവിക കാര്യങ്ങൾ, സി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ഉത്തരം സി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. 20. മനുഷ്യർക്ക് എന്തിനേക്കാൾ കാമ്യമായി യാതൊന്നുമില്ലെന്ന് സഭാപ്രസംഗകൻ പറയുന്നു? ഓപ്ഷൻസ് എ ജീവിതം ആസ്വദിക്കുന്നതിനേക്കാൾ, ബി ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ, സി ജീവിതകാലം ആനന്ദിക്കുന്നതിനേക്കാൾ. ഉത്തരം ബി ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ. 21. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ഡാഷ് ആണെന്നും ഞാൻ അറിയുന്നു. പൂരിപ്പിക്കുക. ഞാൻ എന്ന് പറഞ്ഞാൽ സഭാപ്രസംഗകൻ. ഓപ്ഷൻസ് എ അവൻ്റെ കർത്തവ്യം, ബി ദൈവത്തിൻ്റെ അഭീഷ്ടം, സി ദൈവത്തിൻ്റെ ദാനം. ഉത്തരം സി ദൈവത്തിൻ്റെ ദാനം. 22. എന്ത് ശാശ്വതമാണെന്ന് സഭാപ്രസംഗകൻ അറിയുന്നു എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം, ബി ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം, സി എല്ലാവരുടെയും ജീവിതം. ഉത്തരം ബി ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം. 23. എന്തിനെയാണ് ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരുന്നത്? ഓപ്ഷൻസ് എ കടന്നുപോയതിനെ, ബി കടന്നുപോയ ഓരോന്നിനെയും, സി ശിക്ഷാവിധിയെ. ഉത്തരം ബി കടന്നുപോയ ഓരോന്നിനെയും. 24. ദൈവത്തിൻ്റെ ശാശ്വതമായ പ്രവൃത്തികളോട് എന്ത് ചെയ്യാൻ സാധ്യമല്ല? ഓപ്ഷൻസ് എ എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ, ബി കൂട്ടാനോ കുറയ്ക്കാനോ, സി എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ. ഉത്തരം സി എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ. 25. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ മാറ്റം വരുത്താൻ സാധിക്കാത്ത വിധം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ് എ മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന്, ബി മനുഷ്യർ തന്നെ സ്നേഹിക്കുന്നതിന്, സി മനുഷ്യർ തന്നെ ബഹുമാനിക്കുന്നതിന്. ഉത്തരം എ മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന്. 26. പണ്ടേ ഉണ്ടായിരുന്നത് എന്താണ്? ഓപ്ഷൻസ് എ അന്നുള്ളത്, ബി ദൈവം, സി ഇന്നുള്ളത്. ഉത്തരം സി ഇന്നുള്ളത്. 27. സൂര്യന് കീഴെ എവിടെ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി സഭാപ്രസംഗകൻ കണ്ടു എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ ഭൂമിയിൽ, ബി ന്യായാസനത്തിൽ, സി ന്യായപീഠത്തിൽ. ഉത്തരം സി ന്യായപീഠത്തിൽ. 28. ദൈവം എന്തിനെല്ലാമാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് എ ഓരോ കാര്യത്തിനും ഓരോ പ്രവൃത്തിക്കും, ബി ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും, സി ഓരോ പ്രവൃത്തികൾക്കും ഓരോ കാര്യത്തിനും. ഉത്തരം ബി ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും. 29ാമത്തെ ചോദ്യം. ദൈവം ആരെയൊക്കെ വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഓപ്ഷൻസ് എ പാപിയെയും ദുഷ്ടനെയും, ബി മനുഷ്യനെയും മൃഗത്തെയും, സി നീതിമാനെയും ദുഷ്ടനെയും. ഉത്തരം സി നീതിമാനെയും ദുഷ്ടനെയും. 30ാമത്തെ ചോദ്യം. ആരുടെയെല്ലാം ഗതി ഒന്നുതന്നെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും, ബി മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും, സി നീതിമാൻ്റെയും ദുഷ്ടൻ്റെയും. ഉത്തരം എ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും. 31. മനുഷ്യനും മൃഗത്തിനും ഒരേ എന്തുണ്ട് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ ജീവൻ, ബി ശ്വാസം, സി അവസ്ഥ. ഉത്തരം ബി ശ്വാസം. 32. എന്തിന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ ദുഷ്ടന്, ബി പാപിക്ക്, സി മനുഷ്യന്. ഉത്തരം സി മനുഷ്യന്. എല്ലാം എവിടെ നിന്നുണ്ടായി? ഓപ്ഷൻസ് എ മണ്ണിൽ, ബി പൊടിയിൽ, സി ദൈവത്തിൽ. ഉത്തരം ബി പൊടിയിൽ നിന്ന് ഉണ്ടായി. 34. എല്ലാം എവിടേക്ക് മടങ്ങുന്നു? ഓപ്ഷൻസ് എ സ്വർഗത്തിലേക്ക്, ബി നരകത്തിലേക്ക്, സി പൊടിയിലേക്ക്. ഉത്തരം സി പൊടിയിലേക്ക്. 35. ആരുടെ പ്രാണനാണ് മേൽപോട്ട് പോകുന്നത് എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഓപ്ഷൻസ് എ മൃഗത്തിൻ്റെ, ബി മനുഷ്യൻ്റെ, സി മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും.
ഉത്തരം ബി മനുഷ്യൻ്റെ. 36. മൃഗത്തിൻ്റെ പ്രാണൻ എങ്ങോട്ട് പോകുന്നു എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്. ഓപ്ഷൻസ് എ മേൽപോട്ട്, ബി താഴെ മണ്ണിലേക്ക്, സി പൊടിയിലേക്ക്. ഉത്തരം ബി താഴെ മണ്ണിലേക്ക്. 37. സഭാപ്രസംഗകൻ 3:2 സമാനമായ പഴയ നിയമഭാഗം ഏതാണ്? ഓപ്ഷൻസ് എ ഏശയ്യ 28, 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, ബി ഉൽപ്പത്തി 28, 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, സി ഏശയ്യ 18, 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം എ ഏശയ്യ 28, 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 38. സഭാപ്രസംഗകൻ 3:11 സമാനമായ പുതിയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ് എ റോമ 33:11, ബി റോമ 11:33, സി റോമ 11:23. ഉത്തരം ബി റോമ 11:33. 39. ചോദ്യം. ആർക്കറിയാം എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് ഏത് കാര്യത്തിലാണ്? ഓപ്ഷൻസ് എ മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ എന്നതിൽ, ബി മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും പ്രാണൻ പോകുന്നതിനെക്കുറിച്ച്, സി മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ട് പോകുന്നതിനെക്കുറിച്ച്. ഉത്തരം എ മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ എന്നതിൽ. 40. ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അധ്യായവും വാക്യവും എഴുതുക. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു. ഓപ്ഷൻസ് എ സഭാപ്രസംഗകൻ 3:26, ബി സഭാപ്രസംഗകൻ 3:6, സി സഭാപ്രസംഗകൻ 3:16. ഉത്തരം സി സഭാപ്രസംഗകൻ 3:16. എല്ലാവരും നന്നായി പഠിച്ച് ലോഗോസ് ക്വിസിനായി നന്നായി ഒരുങ്ങുക. ഓക്കെ, താങ്ക് യു.